ഇനിയിപ്പോൾ 2029 വരെ ഇലക്ഷൻ ഇല്ലാത്ത 3 വർഷങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പല കോണുകളിൽ നിന്നും ഷോർട്ട് ടൈം എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ള എന്നാൽ കേരള സമൂഹത്തിന് അത്യന്താപേക്ഷിതവും ഗുണപരവുമായ കുറച്ച് റിഫോംസ് കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ് പുതിയ സർക്കാരിന്. എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് പറഞ്ഞാൽ ഒന്നാമത്തത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക, ഉയർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ല വിഭജിക്കുക ആൻഡ് മേ ബി അതർ ബിഗ് ഡിസ്ട്രിക്ട് ടു എന്ന് പറഞ്ഞാൽ ഇനി വേറെ വലിയ ജില്ലകളുണ്ടെങ്കിൽ അതുകൂടി വിഭജിക്കണം. ഒരു 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഒരു ലോക്സഭാ മണ്ഡലം ആണ് ഒരു ജില്ലയുടെ ഐഡിയൽ സൈസ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും ഒരു ലോക്സഭാ മണ്ഡലവും അടങ്ങുന്നതായിരിക്കണം ഒരു ജില്ല എന്നുള്ളതാണ് ഒരു ഐഡിയൽ സൈസ് എന്നാണ്, ഒരു ജില്ലയുടെ ഐഡിയൽ സൈസ് എന്നാണ് പറയുന്നത്. സാമ്പത്തിക ചെലവുള്ള സംഗതിയാണ്. ബട്ട് ദ കോൺസിക്വന്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഈസ് ആൻഡ് പബ്ലിക് കൺവീനിയൻസ്, ഭരണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എസ്പെഷ്യലി ആക്സസ് ടു പബ്ലിക് ആൻഡ് ഗവൺമെൻറ് സർവീസസ് മേക്ക് ഇറ്റ് എ വെരി വർത്ത് വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് ആരുടെ ഒപ്പീനിയനാ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മലപ്പുറം ജില്ലയിലെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ജില്ല വിഭജിക്കണമെന്നുള്ള പല രീതിയിലുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഈ ആവശ്യങ്ങൾ ഉയരുമ്പോഴൊക്കെയും സംഘപരിവാർ ഒരു ഭാഗത്ത് നിന്ന് തെറിവിളികളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെയായിട്ട് സംഘപരിവാർ കൂട്ടങ്ങൾ ഇറങ്ങി പുറപ്പെടാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തിരൂർ സബ് കളക്ടറായിട്ടുള്ള ദിലീപ് കൈനിക്കരയാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് വരുന്ന സർക്കാർ, എസ്പെഷ്യലി വരുന്ന സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൽ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യമായിട്ട് മലപ്പുറം ജില്ല വിഭജിക്കുക, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആൻഡ് മേ ബി അതർ ബിഗ് ഡിസ്ട്രിക്ട് ടു എന്ന് പറഞ്ഞാൽ അതുപോലെ വിഭജിക്കേണ്ട മറ്റ് ജില്ലകളുണ്ടെങ്കിൽ അതുകൂടി എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുള്ള കാരണങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഭരണം ഉഷാറാക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് പലതവണ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് അത്തരത്തിലൊരു പ്രമേയം കൂടി പാസ്സാക്കുക പോലും ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സംഘപരിവാർ നിരന്തരമായിട്ട് ഈ പറയുന്ന വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിട്ട് എത്താറാണ് സാധാരണഗതിയിൽ പതിവുണ്ടായിരുന്നത്. ഇപ്പോഴെന്താണെങ്കിലും സംഘപരിവാറുകാർ ദിലീപ് കൈനക്കരയാണ് എന്നറിയുന്നതിന് മുമ്പ്, ഇതിപ്പോൾ തിരൂർ സബ് കളക്ടറാണ് എന്ന് കേൾക്കാത്ത പാടെ ഈ കാളവറ്റ എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറയാറില്ലേ, അതുപോലെ അങ്ങ് ആക്രമണം തുടങ്ങി. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. ഇത് തിരൂർ സബ് കളക്ടർ ദിലീപിൻ്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. എന്താണെങ്കിലും ഈ ആവശ്യം, ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി മണ്ഡലങ്ങൾ, 2 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിലേറെ പോപ്പുലേഷൻ, ഇതൊക്കെ കൂടിയിട്ട് ഒരു ജില്ലയുടെ ഭരണം നേരാവണ്ണം നടത്താൻ വലിയ ബുദ്ധിമുട്ട്. ഒന്നാമത്തത് ഈ പറയുന്ന ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു വലിയ ഏരിയ, പിന്നെ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഭരണനിർവഹണവും വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. ആ ഭരണനിർവഹണം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പബ്ലിക് ആൻഡ് ഗവൺമെൻറ് സർവീസുകൾ അവരുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയ കാലതാമസവും അതുപോലെ തന്നെ വലിയ പരിമിതികളും ലിമിറ്റേഷനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും ഒരു വിഭജനം ആവശ്യമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുമ്പോൾ കുരുപൊട്ടുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ, കാരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ കുരുപൊട്ടലുകളാണ്. ഈ നാട്
ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പലരുടെയും വാശിയാണ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതുമായുള്ള ഒരു വലിയ രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വലിയ 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 ആശാവഹമായ കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കേണ്ടത്, ഈ വ്യക്തി തിരൂർ സബ് കളക്ടറാണ്. ആ സബ് കളക്ടറായിട്ടുള്ള ജില്ലയുടെ ഈ ഭരണ അഡ്മിനിസ്ട്രേഷനിൽ പങ്കാളിയാവുന്ന കൈയാളാവുന്ന വ്യക്തി തന്നെ അദ്ദേഹം ഈ പറയുന്നതിന് കാരണം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഈ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൂടുതൽ ഈസി ആയിട്ട് ഭംഗിയായിട്ട് ചെയ്ത് വെക്കാനും ഭരണം നിർവഹിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ വലിയ അർത്ഥത്തിലുള്ള എന്താ പറയേണ്ടത് കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയവുമായിട്ടോ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഈ പറയുന്ന വർഗീയതയുടെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് അതിനെ മുടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നവർ ഈ ജനതയെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെയും മലപ്പുറത്തിൻ്റെ സ്വാഭാവിക വികസനങ്ങളെയും മലപ്പുറത്തെ ജനതയ്ക്ക് അവകാശപ്പെട്ട അർഹതകളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഇപ്പോഴത്തെ ഈ എസ്പെഷ്യലി കാലം പോകുന്തോറും എല്ലാവിധ സൗകര്യങ്ങളും വർദ്ധിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പബ്ലിക് ആൻഡ് ഗവൺമെൻറ് സർവീസുകളിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആക്സസിബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ അത്തരം ആ ഒരു തടസ്സങ്ങൾ, അത്തരം ലിമിറ്റേഷൻ, കാരണം ആ ലിമിറ്റേഷനുകൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ ജില്ല വിഭജിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ഉണ്ടാകണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുക തന്നെ വേണം. എന്നാലാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു ജില്ലക്ക് അതിലിപ്പോൾ ഈ പറയുന്ന ഫിഗറിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ സബ് കളക്ടർ പറഞ്ഞത് 7 അസംബ്ലി മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലവുമുള്ള ഒരു സൈസ്, അതാണ് ഒരു ഈ പറയുന്ന എന്താ പറയുന്നത് ഒരു ജില്ലയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഫിഗറിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും എന്താണെങ്കിലും ഇതൊരു ഈസ് ഓഫ് ഡൂയിങ്ങിന് വേണ്ടി, അഡ്മിനിസ്ട്രേഷന് വേണ്ടി, പബ്ലിക്കിന് ആക്സസബിൾ ആവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും സംഘപരിവാർ കേരളങ്ങൾ സബ് കളക്ടർക്കെതിരെയുള്ള വലിയ തെറിവിളികൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്, വലിയ വിമർശനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, വലിയ ഈ പറയുന്ന മറ്റുള്ള പല വാക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത്തരം പല വാക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുരുപൊട്ടൽ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് മലപ്പുറത്തിൻ്റെ മക്കൾക്ക്, മലപ്പുറത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അർഹതകളും നേരാവണ്ണം അവരിലേക്ക് എത്തണമെങ്കിൽ ഇത് നടന്നേ മതിയാകൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ വിഭജിക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ സബ് കളക്ടർ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് പുതിയ സർക്കാർ വരുമ്പോൾ ഇതിൽ ഒരു ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും UDF സർക്കാർ വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നും ആർക്കും വേണ്ട. കാരണം ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ അത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോവുക, അതുപോലെ ജനങ്ങൾക്ക് ഗവൺമെൻറ് സർവീസുകൾ ആക്സസബിൾ ആവുക എന്നുള്ളത് തന്നെയാണ് മുഖ്യ കാരണം, അല്ലെങ്കിൽ മുഖ്യ മാനദണ്ഡമാകേണ്ടത്. അത് മാനദണ്ഡമാകുമ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കുക, കാരണം അവിടുത്തെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നൊരു സംഭവം, പിന്നെ ഈ ജിയോഗ്രഫിക്കലി ഉള്ള ഒരു സൈസ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് നിർബന്ധമായിട്ടും ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടുള്ള പല നേട്ടങ്ങളും ഈ ജില്ലക്ക് നഷ്ടപ്പെട്ടു, അർഹതപ്പെട്ടത് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും പലപ്പോഴായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. കാരണം ഇത് എന്താ പറയേണ്ടത്, ആ റേഷ്യോ അങ്ങോട്ട് ഒക്കുന്നില്ല.
ആ റേഷ്യോ അങ്ങോട്ട് ഒക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് പലതും അവകാശങ്ങളും അർഹതപ്പെട്ടതും ആയ പലതും നഷ്ടപ്പെട്ട ഒരു ജനതയാണ് മലപ്പുറത്തിൻ്റെ ജനത. അതുകൊണ്ട് ഈ ഈസ് ഓഫ് ഡൂയിങ്ങിന് വേണ്ടിയിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് പബ്ലിക് സർവീസുകൾ അവർക്ക് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്.